സർ, കേരള നിയമസഭയിൽ മന്ത്രി പി രാജീവ് പ്രതിപക്ഷത്തിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഒരു പ്രയോഗം നടത്തുകയുണ്ടായി. ഇവരെല്ലാം കേരള വിരോധികളാണെന്നാണ് പി രാജീവ് പറയുകയുണ്ടായി. ഇതിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? 2026 തെരഞ്ഞെടുപ്പിലേക്ക് LDF അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരൊക്കെ തന്നെ കൊയിൻ ചെയ്യാൻ പോകുന്ന ഒരു പദമാണ് അത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരള വിരോധികൾ അല്ലെങ്കിൽ കേരള വികസനത്തിന് തടസ്സം നിൽക്കുന്നവർ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ ഇനി നമുക്ക് നിരവധി കേൾക്കേണ്ടി വരും. അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമായി മാത്രം നമ്മൾ പി രാജീവിൻ്റെ പ്രസ്താവനയെ കണ്ടാൽ മതി. ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ ഇത് പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദാനി കൈക്കൂലി വാങ്ങി എന്നുള്ള നിലക്ക് ന്യൂയോർക്ക് കോടതിയിൽ ഒരു ഇൻഡിക്റ്റ്മെൻറ്റ് കുറ്റപത്രം വന്നതുമായി ബന്ധപ്പെട്ട് പോലും നിരവധി റൈറ്റ് വിങ് ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ തന്നെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, അദാനിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ കെട്ടഴിച്ചു വിടുന്നത് ഇന്ത്യയെ തകർക്കാനാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവർ ഒരു ഇന്ത്യയാണ് മുന്നിൽ വെക്കുന്നത്, അല്ലാതെ BJPയെ തകർക്കാനാണെന്നോ അല്ലെങ്കിൽ CPMനെ തകർക്കാനാണെന്നോ അല്ലെങ്കിൽ അദാനിയെ തകർക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫീലിംഗ് കിട്ടില്ല, ഒരു എന്താ പറയുക, ആളുകളുടെ ഒരു കൂടിച്ചേരൽ ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യക്കെതിരെയാണ് ആ വികാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെല്ലാം അദാനിക്കൊപ്പം നിൽക്കും അല്ലെങ്കിൽ BJPക്കൊപ്പം നിൽക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു നരേഷൻ ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്. അത് പലപ്പോഴും ഇതിനു മുമ്പൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈന്യത്തിനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ കോൺഗ്രസ് ഒക്കെ അഭിപ്രായം പറഞ്ഞപ്പോൾ അത് സൈന്യത്തിനെതിരെയാണ്, ഇന്ത്യൻ സൈന്യത്തിനെതിരെ കോൺഗ്രസ് സംസാരിക്കുന്നു, കോൺഗ്രസ് പാകിസ്ഥാനോട് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള നിലക്കുള്ള പല പ്രചരണങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ പ്രചരണങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ്, നമുക്ക് പറയാനുള്ള കാര്യം വളരെ വീക്കാകുമ്പോൾ നമ്മൾ ഇത് രാജ്യത്തിനെതിരാണെന്ന് പറഞ്ഞൊരു പരിചയം തീർക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് കേരളത്തിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈന്തപ്പഴ ഖുറാൻ വിതരണം ചെയ്തു, അത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ നമ്മുടെ KT ജലീൽ, അദ്ദേഹം വലിയ വിളവ് പഠിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് അദ്ദേഹം ഉടനെ ചോദിച്ചത് ഖുറാൻ എന്താണ്, അങ്ങനെ വിതരണം ചെയ്യാൻ പറ്റാത്ത ഗ്രന്ഥമാണോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഖുറാൻ മറ്റൊരു വിദേശ രാജ്യത്തു നിന്ന് ഇവിടെ എന്തിനു വന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല, അല്ലെങ്കിൽ ഇവിടെ അത് കിട്ടാത്തതാണോ എന്നുള്ള ചോദ്യത്തിനൊന്നും മറുപടിയില്ല. പകരം അദ്ദേഹം അതിനെല്ലാം തന്നെ അദ്ദേഹം ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നു. അത് അശുദ്ധ ഗ്രന്ഥമാണോ അല്ലെങ്കിൽ അത് വിശുദ്ധ ഗ്രന്ഥമല്ലേ, അത് വിതരണം ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാകുന്നു. ഇതൊക്കെ പല സമയത്തും പല തരത്തിലുള്ള ആളുകളും എടുത്ത് പയറ്റുന്നൊരു കാര്യമാണ്. ആ പയറ്റുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കാരണം അവർക്ക് നേരെ നിന്ന് മറുപടികൾ പറയാനില്ലാത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് വരിക. ആ പ്രചരണങ്ങൾക്കെല്ലാം പലപ്പോഴും ഫലം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ചില ആളുകളെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നത് പലപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവരതിനെ മറയാക്കിക്കൊണ്ടാണ് രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നതെങ്കിൽ അതിന് പകരമായി കേരളത്തിലും ഇപ്പോൾ കേരളദ്രോഹികൾ എന്ന് പറയുന്നൊരു പ്രചരണം വരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് കേരളം എന്ന് CPMും LDFും പിണറായി വിജയനും ഒക്കെ ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നരേന്ദ്രമോദിയൊക്കെ അത് അഖിലേന്ത്യാ തലത്തിൽ വളരെ വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ തന്നെ കൃത്യമായി ഇവിടെയും അടുത്ത 2026 തെരഞ്ഞെടുപ്പിലേക്കും ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി. അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് മറികടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കോൺഗ്രസ് അത് മറികടക്കാനുള്ള ഒരു പ്ലാൻ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് കോൺഗ്രസ് ഇതിൻ്റെ പുറത്ത് വളരെ ബുദ്ധിമുട്ടും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഇനി സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൂട്ടാൻ സാധ്യതയുണ്ട്, വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ അതിനോടൊപ്പം ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് ഈ പറയുന്ന കേരള വിരോധികളായിട്ടുള്ള പ്രതിപക്ഷമാണ് എന്നുള്ള ഒരു ടാഗ് ലൈൻ കൂടി പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ആദ്യപടിയാണ് ഈ പറയുന്ന നിയമസഭയിൽ കണ്ടത്. സാർ, BJP അഖിലേന്ത്യാ തലത്തിൽ ഉപയോഗിക്കുന്ന അതേ തന്ത്രമാണോ CPM ഇപ്പോൾ കേരളത്തിൽ ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. കാരണം പലപ്പോഴും പിണറായി വിജയനെ ആളുകൾ പലരും പറയുന്നത് പോലെ ഒരു മുണ്ടുടുത്ത മോദിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇത് പിണറായി വിജയൻ്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ നിങ്ങൾ മറ്റ് സ്റ്റേറ്റുകളെല്ലാം എടുത്തു നോക്കൂ, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്നത്. അവിടെ അവർ പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം അവരോരോരുത്തരും ഇതേ മോദിയുടെ തന്ത്രങ്ങൾ വളരെ മോദിയേക്കാൾ ഫലപ്രദമായി അതായത് സ്റ്റേറ്റുകളിൽ ആവർത്തിക്കുന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന് നമുക്ക് തൊട്ടടുത്തുള്ള DMKയുടെ സ്റ്റാലിൻ,
അതുപോലെ തന്നെ മമതാ ബാനർജിയുടെ ബംഗാൾ. ഇത്തരത്തിൽ നമ്മൾ എവിടെ ഈ ആളുകളെ എടുത്തു നോക്കിയാൽ പോലും അവിടെയെല്ലാം മോദിയേക്കാളോടൊപ്പമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കരുത്തരായ ഒരു സ്റ്റേറ്റിൽ വളർന്നു നിൽക്കുന്ന നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. ഒരു പാർട്ടിയുടെ മാത്രം പിൻബലത്തിലല്ല, കൂടാതെ അവരുടെ ഇമേജ് ബിൽഡിങ്ങും അവരുടെ പ്രൊപ്പഗാണ്ടയും എല്ലാ കാര്യങ്ങളും കൃത്യമായി നരേന്ദ്രമോദിയും BJPയും കൃത്യമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ കരുത്തരായതും അവരെ മറിച്ചിടാൻ നരേന്ദ്രമോദിക്കും BJPക്കും ഒന്നും കഴിയാത്തതും. കഴിഞ്ഞ തവണ തന്നെ വലിയ തോതിൽ BJP ബംഗാളിൽ പ്രാദേശികമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കി. പക്ഷേ നേട്ടമുണ്ടാക്കിയപ്പോൾ പോലും അവിടെ BJP നേട്ടമുണ്ടാക്കിയപ്പോൾ പോലും ഈ പറയുന്ന മമതാ ബാനർജി ഒന്നും തകർക്കാൻ കഴിഞ്ഞില്ല. കാരണം അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പ്രശാന്ത് കിഷോർ പറഞ്ഞത്, അമിത്ഷായെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് 100 സീറ്റ് നിങ്ങളിപ്പോൾ എവിടെ നിന്ന് പിടിക്കും, 100 സീറ്റ് പിടിക്കില്ല എന്നാണ്. നിയമസഭയിൽ 100 സീറ്റ് പിടിക്കാൻ കഴിഞ്ഞില്ല. പകരം അമിത്ഷാ പറഞ്ഞിരുന്നത് ഭരണത്തിൽ വരുമെന്നാണ്. പക്ഷെ അവിടെ പരാജയപ്പെട്ടു. കാരണം നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെയൊക്കെ കാര്യം പറയില്ലേ ഷബിലെ, ആൻറ്റിബയോട്ടിക്കൊക്കെ നമ്മൾ കഴിച്ചൊരു പ്രതിരോധം വരും, പിന്നെ അതിനേക്കാൾ കൂടുതൽ കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ BJP അവിടെ പയറ്റാൻ പോകുന്ന തന്ത്രങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ഇവർ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ BJP ഇത് പയറ്റുന്ന തന്ത്രങ്ങളൊക്കെ തന്നെ തങ്ങളുടെ എതിരാളികൾക്കെതിരെയും പയറ്റാമെന്നുള്ള തിരിച്ചറിവ് സ്റ്റാലിനും മമതാ ബാനർജിക്കും ഈ പറയുന്ന പിണറായി വിജയനും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ ഹരിയാനയിലും അതുപോലെ തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പിലും അതുപോലെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഒക്കെ എങ്ങനെയാണ് BJP നേട്ടം കൊയ്തത് എന്ന് CPM വളരെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. എനിക്കതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ പഠിച്ചത് കൊണ്ടാണ് ഇപ്പോൾ മുനമ്പം ഇഷ്യൂ പോലും ഇവിടെ സോൾവ് ചെയ്യപ്പെടാത്തത്. അങ്ങനെ പഠിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന പല പ്രശ്നങ്ങളിലും, അതായത് തങ്ങൾക്ക് കിട്ടാത്ത വോട്ടുകൾ അത് ഭിന്നിച്ചു പൊക്കോട്ടെ എന്ന് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു സംശയവുമില്ല, ഈ പറയുന്ന അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ എന്ത് തന്ത്രമാണ് മെനയേണ്ടതെന്നും അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുമുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ കൃത്യമായി CPM മെനഞ്ഞിരിക്കുന്നു. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും BJPയുടെയും ഒക്കെ അകവഴിഞ്ഞ പിന്തുണ കൂടി കിട്ടും. കാരണം ഇവിടെ കോൺഗ്രസ് ഇല്ലാതാകുന്ന ഒരു സ്പേസിലേക്ക് BJPക്ക് കൃത്യമായി വളരാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു ലോങ് ടേം പോളിസി കൂടി അവർക്കുണ്ട്. അതുകൊണ്ട് അവരും ആ വഴിക്ക് തന്നെ നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ രാജ്യദ്രോഹികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ രാജ്യത്തിനെതിരാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കിട്ടുന്ന അതേ വികാരം ഉണർത്താൻ നിങ്ങൾ കേരളദ്രോഹികളാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലൂടെ കഴിയുമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ആളുകളെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്തുള്ള ആളുകളെ പോലെയല്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴ് എന്ന് പറയുന്ന ഭാഷ പോലും വലിയ പ്രൈഡാണ്, അഭിമാനമാണ്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് യഥാർത്ഥത്തിൽ മലയാളത്തോട് പുച്ഛമാണ്, കേരളത്തോടൊക്കെ തന്നെ നമുക്ക് വലിയ പുച്ഛമാണ്. അതുകൊണ്ട് കേരളം എന്ന് കേട്ടാൽ തിളക്കണം അന്തരംഗം എന്ന് പറയുന്ന പഴയ അവസ്ഥയൊന്നും നമുക്കില്ല. നമുക്കിപ്പോൾ അന്തരംഗം തിളച്ചുകൊണ്ടിരിക്കുന്നത് USA എന്ന് കേട്ടാലോ, കാനഡ എന്ന് കേട്ടാലോ, ഓസ്ട്രേലിയ എന്ന് കേട്ടാലോ, അല്ലെങ്കിൽ നോർവേയോ സ്വീഡനോ എന്നൊക്കെ കേട്ടാലോ ആണ് നമ്മുടെ അന്തരംഗം തിളക്കുന്നത്. അതുകൊണ്ട് ഈ പദ്ധതി എത്രത്തോളം വിജയിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രമോദിയും BJPയും ഒക്കെ അഖിലേന്ത്യാ തലത്തിൽ എടുക്കുന്ന പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ചില കോയിനേജുകളുടെ കൃത്യമായിട്ടുള്ള ഒരു റെപ്ലിക്കയാണ് ഇവിടെ P. രാജീവ് പറഞ്ഞിട്ടുള്ളത്. P. രാജീവ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറ്റൊരു പ്രതികരണം കൂടി നടത്തുകയുണ്ടായി. താരതമ്യേന ജൂനിയറായ താങ്കൾക്ക് ഞാൻ വഴങ്ങിത്തരികയാണെന്നുള്ളൊരു പ്രയോഗമാണ്. അതിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, അത് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം P. രാജീവ് അത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം രാജ്യസഭയിലൊക്കെ തന്നെ വളരെ മികച്ച പാർലമെൻറ്റേറിയനാണ്, വളരെ നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. പെട്ടെന്നുണ്ടായ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് താരതമ്യേന P. രാജീവ് തന്നെ 2016 നിയമസഭയിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിനോട് അദ്ദേഹത്തിനെ പോലെ ജൂനിയർ ഒരാളുടെ ചോദ്യത്തിന് വഴങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ എൻ്റെ ഔദാര്യം കൊണ്ട് വഴങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞതിൽ ഒരു ശരികേടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ശരികേടുണ്ട്. കാരണം നിയമസഭയിലെ എല്ലാ MLA-മാർക്കും തുല്യമായ അവകാശമാണ് എന്നുള്ളത് PC വിഷ്ണുനാഥ് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതാണ് സത്യം. അല്ലെങ്കിൽ തന്നെ P. രാജീവിനൊപ്പം ഒരാൾ അങ്ങനെ ഒരു ഔദാര്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ ഔദാര്യമൊന്നുമല്ലല്ലോ. ഒരു ചോദ്യം ചോദിക്കാൻ ഒരാൾ തീരുമാനിച്ചു, അപ്പോൾ അതിന് വഴങ്ങിക്കൊടുത്തു, ഉത്തരം പറയാമെന്ന് കോൺഫിഡൻസ് രാജീവിനുള്ളതുകൊണ്ട് രാജീവ് കൃത്യമായി ഉത്തരം പറഞ്ഞു എന്നങ്ങോട്ട് വിചാരിക്കേണ്ട കാര്യമേ ഉള്ളൂ.
അതൊക്കെ ശരിക്കും പറഞ്ഞത് ഒരു ഒഴിവാക്കപ്പെടേണ്ട ഒരു ആവശ്യമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് രാജീവ് ആ സമയത്തുള്ള ഒരു കാര്യം കൊണ്ട് പറഞ്ഞു പോയതാണെന്നാണ്. പിന്നെ അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും CPM നേതാക്കളുടെ ഒരു ധാർഷ്ട്യവും ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യവുമൊക്കെ ഇതിൻ്റെയൊക്കെ സാധാരണ അത് ഇല്ലാത്ത ഒരാളാണ് പി രാജീവ്. അതിൻ്റെ ഒരു ശതമാനം അറിയാതെ പി രാജീവിലേക്കും കൂടി ആ സമയത്ത് എത്തിപ്പോയി എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. മറ്റൊന്നും കൂടുതലായിട്ട് ഈ കാര്യത്തിൽ എനിക്ക് പറയാനില്ല.